ഈ മരത്തിന് പ്രത്യേകത എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് ഞാനൊരു മരം വെച്ചിരുന്നു. അതൊരു വേപ്പായിരുന്നു. ഒത്തിരി ഇഷ്ടമാണ് വേപ്പ്, മരുന്നാണല്ലോ നമ്മളെ. അത് കുഞ്ഞിൽ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അത് വെക്കുമ്പോ. പക്ഷെ അത് ഇന്ന് വളർന്നു വലുതായി, ഒത്തിരി വലുതായി. അപ്പൊ വീടിന്റെ പരിസരത്ത് തന്നെ വെച്ചിരുന്നത്. നമ്മളെ ഇലക്ട്രിക് പോസ്റ്റിന്റെ അടിയിലായിരുന്നു, പിന്നെ വീടിനോട് ചേർന്നിട്ടുമായിരുന്നു. അപ്പൊ അത് അവിടെ നിന്ന് മാറ്റേണ്ട ഒരു ആവശ്യം വന്നു. പക്ഷെ മുറിക്കാൻ പറ്റില്ല എന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു. അപ്പൊ മുറിക്കണം എന്ന് ആഗ്രഹമില്ല. അപ്പൊ നമ്മൾ ഷെൽട്ടറിന്റെ സ്ഥലം കണ്ടിട്ടില്ല. അപ്പൊ അവിടെ കൊണ്ടുവെക്കണം എന്ന് അവിടുത്തെ ആളോട് സമ്മതം മേടിച്ചിട്ട് അവിടെ നമ്മളെ കൊണ്ടുവെക്കാൻ വേണ്ടി പോവുക. അപ്പൊ അത് വളരെ കഷ്ടപ്പെട്ടത് ഇവരൊക്കെയാണ് പറിച്ചെടുത്ത്. പിന്നെ ശശിയേട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് നമ്മളാ പുതിയ ഷെൽട്ടർ ഉണ്ടാക്കുക, നമ്മളെ സ്വർഗ്ഗം സൃഷ്ടിക്കാൻ പോണ സ്ഥലത്ത് ആദ്യമായിട്ട് നമ്മൾ വെക്കുന്ന ഒരു മരമാണ്. എന്തായാലും അത് നന്നായി തഴച്ചു വളരുന്നു വിചാരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന അടിയിൽ നിന്ന് പറിച്ചെടുത്ത് തന്നെ. നിസ്സാരമായിട്ട് ഇത്തിരി പോകുന്ന ഒരു ചെറിയ മരം ഇന്ന് ഇത്ര ആള് താങ്ങിയിട്ടും അതിന്റെ കടഭാഗം നമ്മൾ പൊങ്ങുന്നില്ല. അപ്പൊ അവിടെ കുഴിയൊക്കെ കുത്തി റെഡിയാക്കിയിട്ട് അവിടെ കുഴിച്ചിട്ടുള്ള പ്ലാനാണ്. നമ്മൾ ഒരു മരം മുറിച്ചാൽ 9 മരം വെക്കണം എന്നാ പറയാം. അപ്പൊ നമ്മളിത് മുറിക്കാതെ തന്നെ നമ്മൾ എടുത്തിറക്കുകയാണ്. ഇതതിന്റെ ഭാഗം, അത് മണ്ണ് ഭാഗം ഇതാണ്, നല്ല വെയിറ്റ്. അപ്പൊ അത് മൂടി സെറ്റാക്കി ഇറക്കാണ്. ഇനി നമ്മൾക്കത് കുഴിച്ചിടാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണം. ഞാൻ പിടിക്കാം. 100 മരങ്ങൾ ഇവിടെ വെക്കാൻ കഴിയണം, നന്നായി വളരണം. മരം ഒരു വരാണ്, ഭൂമിയുടെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകം. ഈ മരത്തിന് പ്രത്യേകത ആര്യവേപ്പാണ്. ഈ ആര്യവേപ്പ് ഇതിവിടെ തഴച്ചു വളരണം. ഇതിനോടനുബന്ധിച്ച് നമ്മൾ 100ഓളം മരങ്ങളും ചെടികളും ഇനിയും നമ്മൾ നടും. ഈ സ്ഥലമാണ് നമ്മുടെ മിണ്ടാപ്രാണികളെ സ്വർഗം. ഈ മണ്ണിൽ വെക്കുന്ന ആദ്യത്തെ മരമാണിത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 100 മരങ്ങളും ചെടികളും നടാൻ വെക്കാനും നമുക്ക് കഴിയട്ടെ. ഇവിടെ അതെല്ലാം പടർന്ന് പന്തലിച്ച് നമ്മളെ മിണ്ടാപ്രാണികൾക്ക് തണലും തണുപ്പും ആരോഗ്യം നൽകുന്ന ഒരു സ്വർഗതുല്യമായ ഒരു ഇടമായിട്ട് മാറട്ടെ. അങ്ങനെ ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ യാത്രയിൽ ഈ സ്വർഗം സൃഷ്ടിക്കാൻ നിങ്ങളും തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണം. നിങ്ങളും മരങ്ങൾ നടുക. ഒരു മരം മുറിക്കുമ്പോൾ 9 മരം നടണം എന്നാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഉണ്ടാവട്ടെ കേട്ടോ.